കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രമെന്നത് ദക്ഷയാഗത്തിൻ്റെ ഐതിഹ്യവും അതിനോടനുബന്ധിച്ചുള്ള കഥകളുമാണെന്ന് പറയാം. പ്രജാപതിയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമായ ദക്ഷൻ യാഗം നടത്തിയപ്പോൾ തൻ്റെ പുത്രിയായ സതീദേവിയെ മാത്രം ക്ഷണിച്ചില്ല. സ്വന്തം പിതാവ് നടത്തിയ യാഗത്തിൽ ശിവന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ സതീദേവി പോയി. എന്നാൽ സതീദേവിയെ കണ്ടപ്പോൾ ദക്ഷൻ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ഭർത്താവ് പറഞ്ഞത് അവഗണിച്ചു വന്ന സതീദേവിക്ക് സ്വന്തം പിതാവിൻ്റെ ഈ അപമാനം താങ്ങാനാവുന്നതായിരുന്നില്ല. ദുഃഖം താങ്ങാൻ കഴിയാതെ ദേവി സ്വയം ജീവൻ വെടിഞ്ഞുവെന്നാണ് ഐതിഹ്യം. തുടർന്ന് സംഭവം അറിഞ്ഞ ശിവൻ പ്രതികാരത്തിനായി തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചു. ശിവഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ പോയി ആ യജ്ഞഭൂമി പൂർണ്ണമായി നശിപ്പിക്കുകയും യക്ഷന്റെ തലവെട്ടി അഗ്നിക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ യജ്ഞം നടത്തുന്ന ആളുകളുടെ സാന്നിധ്യമില്ലാതെ യജ്ഞം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ലാത്തതിനാൽ ദേവന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ശിവൻ ആടിൻ്റെ തലവെച്ച് ദക്ഷന് വീണ്ടും ജീവൻ നൽകി. ചില ഐതിഹ്യങ്ങൾ ശിവൻ തന്നെയാണ് യക്ഷന്റെ ജീവനെടുത്തതെന്നും പറയപ്പെടുന്നു. തുടർന്നുള്ള വിശ്വാസമനുസരിച്ച് ഈ യാഗഭൂമി ഒരു സ്വയംഭൂ ശിവലിംഗമായി ഉയർന്നുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കരെ കൊട്ടിയൂരിൽ ജലാശയത്തിന് നടുവിലുള്ള മണിത്തറയാണ് ഇവിടത്തെ മൂലക്ഷേത്രം. ഇതിന് തൊട്ടടുത്തായി അമ്മാറയ്ക്കൽ തറയും സതീദേവിയുടെ സാന്നിധ്യവും കാണാം. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അക്കരെ കൊട്ടിയൂരിൽ ബാവലിപ്പുഴ ഒഴുകുന്നത്. യാഗം പകുതിയിൽ മുടങ്ങിയ ഭൂമി പിന്നീട് ആരും നോക്കാതില്ലാതായി. കാലങ്ങളോളം കാടും പടലവും പിടിച്ചു കിടന്നു. ഒരു യുവാവ് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാനായി എത്തുകയും കല്ലിൽ അമ്പുരച്ചപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് രക്തം വരികയും ചെയ്തു. പിന്നീട് ഇത് ശിവന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലായപ്പോൾ അവിടുത്തെ പടിഞ്ഞാറ്റേ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി എന്നാണ് വിശ്വാസം. തുടർന്ന് ദശയാഗം നടന്ന ഭൂമിയിൽ വൈശാഖോത്സവം ആരംഭിച്ചുവെന്നാണ് ഐതിഹ്യം. ഇതിനുള്ള ചിട്ടകളും ആചാരങ്ങളും ക്രമപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൊട്ടിയൂർ ക്ഷേത്രമെന്നത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ചേർന്നതാണ്. ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വടക്ക് അക്കരെ കൊട്ടിയൂരും തെക്ക് ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു. ഇതിൽ വൈശാഖോത്സവത്തിന് നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിലാണ്. ഇവിടെ സ്ഥിരമായ ഒരു ക്ഷേത്രമോ പൂജയോ ഇല്ല. വൈശാഖോത്സവത്തിൻ്റെ സമയത്ത് പ്രത്യേക പർണശാലകളും മറ്റും കെട്ടി ഇവിടുത്തെ ഉത്സവം നടത്തുകയാണ് പതിവ്. 28 ദിവസത്തെ ഉത്സവം കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ അവിടെ ഉപേക്ഷിക്കപ്പെടും. പിന്നീട് അടുത്ത വൈശാഖോത്സവത്തിൻ്റെ കാലത്ത് മാത്രമേ ഇവിടേക്ക് മനുഷ്യപ്രവേശനം സാധ്യമുള്ളൂ. വൈശാഖോത്സവത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ഉത്സവം തുടങ്ങുന്ന ആദ്യ 11 നാളുകളിൽ ശിവഭഗവാൻ അതീവ കോപാനായിരിക്കും.